പത്തനംതിട്ട ജില്ലയിലും വമ്പൻ തിരിച്ചുവരവാണ് UDF നടത്തിയത്. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ വിജയം UDFന്റെ ആവേശം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം അപ്രതീക്ഷിതമായ തിരിച്ചടി LDF പരിശോധിക്കും. NDAക്ക് ജില്ലയിൽ കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ട UDF തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കും ഐതിഹാസിക തിരിച്ചുവരവാണ് നടത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും അതൊന്നും തിരിച്ചടിയായില്ല. ആറന്മുളയിലും അടൂരിലും റാന്നിയിലും തിരുവല്ലയിലും UDFന്റേത് സമാനതകളില്ലാത്ത തിരിച്ചുവരവ്. കോന്നിയിൽ നേരിയ മാർജിനിൽ പരാജയം. അബിൻ വർക്കി ആറന്മുളയിൽ 70,000-ന് മുകളിൽ വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 50,000-ൽ ഒതുങ്ങി. BJPയുടെ കുമ്മനം രാജശേഖരന് 34,000 വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അടൂരിൽ CV ശാന്തകുമാറിന് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചു. തിരുവല്ല LDFിൽ നിന്ന് തിരിച്ചുപിടിച്ച വർഗീസ് മാമന് കിട്ടിയത് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം. റാന്നി 30 വർഷത്തിനിപ്പുറം 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചുപിടിച്ചു. LDF ഒട്ടും പ്രതീക്ഷിക്കാത്ത ജനവിധിയായിരുന്നു ജില്ലയിലുണ്ടായത്. കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകളിൽ ഇക്കുറി നിലനിർത്തിയത് കോന്നി മാത്രം. 25,000-ലധികം ഭൂരിപക്ഷം പ്രതീക്ഷിച്ച കോന്നിയിൽ ലഭിച്ചത് 1,800 വോട്ടിന്റെ ഭൂരിപക്ഷം. കനത്ത തോൽവി ഇഴകേറി പരിശോധിക്കാനാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. A ക്ലാസ് മണ്ഡലങ്ങളെന്ന് NDA വിലയിരുത്തിയ കോന്നിയിലും ആറന്മുളയിലും BJP ക്ലച്ച് പിടിച്ചില്ല. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ തിരുവല്ലയിൽ മാത്രം BJPക്ക് നേട്ടമുണ്ടാക്കാനായി. അനൂപ് ആന്റണി 40,000-ൽ പരം വോട്ട് പിടിച്ച് രണ്ടാമതെത്തിയത് NDA നേട്ടമായി കാണുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.